ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം, അധ്യായം 58, 6-ാം തിരുവചനം. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ യഥാർത്ഥമായ നോമ്പ് അഥവാ ഉപവാസത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ ശുശ്രൂഷാകാലത്ത് ജീവിച്ചിരുന്ന ജനം നോമ്പ് എടുത്തുകൊണ്ടിരുന്നു, അഥവാ ഉപവാസം അനുഷ്ഠിച്ചിരുന്നു. എന്നാൽ അവരുടെ ഉപവാസം വ്യർത്ഥമായി തീർന്നു. അവരുടെ ഉപവാസത്തെ ദൈവം അംഗീകരിച്ചില്ല. ദൈവം അത് സ്വീകരിച്ചുകൊണ്ട് അവരുടെ ഉദ്ദേശ നിവർത്തി സാധിപ്പിച്ചു കൊടുത്തില്ല, അഥവാ അവർക്ക് കാര്യം സാധിപ്പിച്ചു കൊടുത്തില്ല. അവർ ദൈവത്തിൽ നിന്നും ചിലത് പ്രാപിക്കുവാനായി നോമ്പെടുത്തു. എന്നാൽ ആ നോമ്പ് ദൈവഹിത പ്രകാരമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥമായ നോമ്പ് എന്താണ്, എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം ജനത്തെ അറിയിക്കുകയാണ്. ഈ കാലയളവിലും പ്രത്യേകിച്ച് എല്ലാ വർഷങ്ങളിലും ചാര ബുധനാഴ്ച മുതൽ ദുഃഖ വെള്ളിയാഴ്ച വരെയുള്ള 50ഓളം ദിനങ്ങളിൽ ക്രിസ്തു ഭക്തർ അഥവാ ക്രിസ്തു വിശ്വാസികൾ നോമ്പെടുക്കുന്നുണ്ട്, ഉപവാസം അനുഷ്ഠിക്കുന്നുണ്ട്. ഇപ്രകാരം ഉപവാസം അനുഷ്ഠിക്കുന്നവർ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം വായിച്ച് ധ്യാനിച്ച് പഠിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ൽ യഥാർത്ഥമായ ഉപവാസത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം ഇഷ്ടപ്പെടുന്ന, ദൈവം അംഗീകരിക്കുന്ന, ദൈവം കൈക്കൊള്ളുന്ന, ദൈവം ഉത്തരം നൽകുന്ന യഥാർത്ഥമായ ഉപവാസം അഥവാ നോമ്പ് എന്താണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന് ഇഷ്ടമുള്ള നോമ്പ് എന്താണത്? നാം വായിച്ചു കേട്ട തിരുവചനത്തിൽ അത് ചുരുക്കി എഴുതിയിരിക്കുകയാണ്. അന്യായ ബന്ധനങ്ങളെ അത് അഴിക്കുന്നതാണ്. നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം ബന്ധനങ്ങളാണല്ലേ! അന്ധവിശ്വാസങ്ങളുടെ ബന്ധനങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങളുടെ ബന്ധനങ്ങൾ, നിയമവ്യവസ്ഥകളുടെ ബന്ധനങ്ങൾ, വിസ്താര ഭയം ഹേതുവായി ഇനി അങ്ങോട്ടുള്ള എണ്ണിക്കൂടാത്ത ബന്ധനങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ സാധിക്കുകയില്ല. ബന്ധനങ്ങളെ അഴിച്ചേ മതിയാവും. ബന്ധനങ്ങൾ അഴിയപ്പെടണം. അനേകർ ബന്ധനങ്ങൾക്കുള്ളിൽ കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല. വായിച്ചു കേട്ട വചനത്തിൽ അനേകം ബന്ധനങ്ങളുടെ ഇരകളായി സ്വാതന്ത്ര്യം അനുഭവിക്കാത്തവരെ വിട്ടയക്കുവാനാണ് പറയുന്നത്. അത് ചിലരുടെ മേൽ
അടിച്ചേൽപ്പിച്ചിരിക്കുന്ന നുകം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ നുകം തകർത്തേ മതിയാവും. ആ ബന്ധനങ്ങളാകുന്ന നുകം തകർക്കപ്പെടുമ്പോൾ ദൈവം ഇഷ്ടപ്പെടുന്ന നോമ്പായി അത് രൂപപ്പെടുകയാണ്. നാം വായിച്ചു കേട്ട വചനത്തിൽ അവസാനം പറയുന്നത്, ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസമെന്നാണ്. ഈ നോമ്പുകാലം ദൈവം ഇഷ്ടപ്പെടുന്ന നോമ്പ് അഥവാ ഉപവാസം അനുഷ്ഠിക്കുവാൻ ദൈവം നമ്മെ തൻ്റെ ആത്മാവിനാൽ നിറച്ച് ശക്തീകരിക്കുമാറാകട്ടെ. ആമേൻ. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം, വീഴും വഴിയിൽ താഴും ചുഴിയിൽ മിഴി തേടി നിൻ രൂപം, ഇടം വലവും ഇരുൾ പെരുകി ഇല്ല വേറൊരാളെന്നെ വന്നു താങ്ങുവാൻ നാഥ, ഇല്ല വേറൊരാളെന്നെ വന്നു താങ്ങുവാൻ നാഥ. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം,